തനിക്കെതിരെ വ്യാജ നോട്ടീസ് പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രതികരണവുമായി അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ. താൻ കൊലക്കേസ് പ്രതിയെന്ന് ആക്ഷേപിക്കുന്നുവെന്നും ഒരു കേസ് പോലും തന്റെ പേരിലില്ലെന്നും പൊട്ടിക്കരഞ്ഞ് CV ശാന്തകുമാർ പ്രതികരിച്ചു. വ്യാജ നോട്ടീസിന്റെ പേരിൽ CPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയെടുത്തെങ്കിലും LDF പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് വിട്ടയച്ചു. കൊലക്കേസ് പ്രതി സ്ഥാനാർത്ഥി എന്ന തലക്കെട്ടോടെയായിരുന്നു മണ്ഡലത്തിലുടനീളം UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെതിരെ ലഘുലേഖ വിതരണം. ഇതിനെതിരെ CV ശാന്തകുമാർ പരാതി നൽകിയിരുന്നു. CPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPI പ്രവർത്തകർ ലഹളയ്ക്ക് ശ്രമിച്ചെന്നായിരുന്നു FIR. വ്യാജ നോട്ടീസ് വിതരണം ചെയ്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും FIR-ൽ പറയുന്നു. പ്രവർത്തകരെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ CPI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ വിട്ടുപിടിക്കുന്നത്. പരാജയ ഭീതി കൊണ്ട് അവരാണ് ഇപ്പോൾ LDF-നെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങി ഞങ്ങളുടെ പ്രവർത്തന വീടുകളിൽ പോലീസ് കയറി ഞങ്ങൾ അതിനായി നിയമ നടപടി സ്വീകരിക്കും. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് CV ശാന്തകുമാർ. ഒരു കേസിൽ ഞാൻ പ്രതിയല്ല, എനിക്കങ്ങനെ കഴിയില്ല. എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യല്ലേ. എന്റെ അച്ഛൻ ഇല്ല, എന്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ. മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിൽ ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചാണ് നടപടി. LDF-ഉം UDF-ഉം പൊറാട്ട് നാടകം കളിക്കുന്നെന്ന് BJP സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ. ഇതൊരു പൊറോട്ട് നാടകമാണ്. ഈ CPI-ക്കാരെന്ന് പറയുമ്പം ഇതുപോലെ നാടകം നടത്താൻ വലിയ വിദഗ്ധന്മാരാണ്, അതുപോലെ തന്നെ അഭിനയിക്കാൻ വലിയ വിദഗ്ധന്മാരാണ് UDF-കാർ. ഈ രണ്ടുപേരും കൂടെ നടത്തിയ ഒരു വലിയ നാടകമാണ്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് നിയമപരമായി മുന്നോട്ടു പോകാനാണ് മുന്നണികളുടെ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.